السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹവും ഔദാര്യവും ആണ്. അഹമ്മദിയ ജമാഅത്ത് ബ്രിട്ടന്റെ ജൽസ സാലാന കഴിഞ്ഞ ആഴ്ച നല്ല നിലയിൽ നടന്നു. ജൽസ സാലാനയുടെ 3 ദിവസങ്ങളിലും നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും ബർക്കത്തുകളുടെയും ദൃശ്യം കണ്ടു. ചില അവസ്ഥകളും കാലാവസ്ഥയും കാരണം കുറച്ച് വ്യാകുലതയും ഉണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു കേവലം അവന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അവസ്ഥകളുടെ ദുസ്വാധീനത്തിൽ നിന്ന് സുരക്ഷിതമാക്കി. പങ്കെടുക്കുന്ന ഓരോരുത്തരും അള്ളാഹുവിന്റെ സഹായവും അനുഗ്രഹവും ഓരോ നിമിഷവും ഇറങ്ങുന്നത് അനുഭവിച്ചു. ഈ കാര്യത്തിന് നാം അള്ളാഹുവിന് എത്ര തന്നെ നന്ദി രേഖപ്പെടുത്തിയാലും അത് കുറവായിരിക്കും. യഥാർത്ഥത്തിലുള്ള നന്ദി പ്രകടനം അപ്പോഴായിരിക്കും എപ്പോഴാണോ നാം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നവരായി മാറുന്നത്. ഈ നന്ദി പ്രകടനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അത് മുഖേന നാം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി തീരുന്നതോടൊപ്പം ഈ നന്ദി പ്രകടനം കൊണ്ട് തങ്ങളുടെ കഴിവുകളിൽ പുരോഗതി കൈവരിക്കുന്നവരായി മാറുന്നതിനും വേണ്ടി. അതുപോലെ തന്നെ പങ്കെടുത്തവരും നന്ദി കാണിക്കുന്നവരാകണം. അവരും കൂടുതലായി അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി തീരുന്നതിനു വേണ്ടി, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ പരിവർത്തനം ഉണ്ടായി കൊണ്ടുപോകുന്നതിനു വേണ്ടി. അതുപോലെ തന്നെ സേവനത്തിനായി നിശ്ചയിക്കപ്പെട്ടവർ, പ്രവർത്തകർ, അവർക്കും ഇവർ നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. അതായത് പങ്കെടുത്തവർ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരാണോ അള്ളാഹുവിന്റെ ദാസർക്ക് നന്ദി പ്രകടിപ്പിക്കാത്തത് അവർ അള്ളാഹുവിനും നന്ദി പ്രകടിപ്പിക്കുന്നില്ല. ഈ അർത്ഥത്തിൽ പങ്കെടുത്ത എല്ലാവരും ജോലി ചെയ്തവർക്കും നന്ദി കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജോലി ചെയ്തവർ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന് എല്ലാവിധത്തിലും നന്ദി കാണിക്കേണ്ടതാണ്. അള്ളാഹു അവർക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികൾക്ക് അല്ലെങ്കിൽ ദീനിന് വേണ്ടി വന്ന അതിഥികൾക്ക് ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടി വരുന്ന അതിഥികളെ സേവിക്കാനുള്ള അവസരം നൽകി. യഥാർത്ഥത്തിൽ
ജൽസ സാലാനയുടെ जलसा सालाना ലക്ഷ്യങ്ങളിൽ के मकासद में से ഒരു ലക്ഷ്യം ഇതുകൂടിയാണ് ये भी है മാതൃകായോഗ്യമായ സാഹോദര്യവും നന്ദി പ്രകടനത്തിന്റെ വികാരവും പരസ്പരം ഉണ്ടാക്കിയെടുക്കുക. पैदा हों जो मिसाली हों। അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ के फजल से ഈ സ്നേഹവും അനുരക്തിയും प्यार സാഹോദര്യത്തിന്റെ വികാരവും തന്നെയാണ്. അതിന്റെ പ്രകടനം നാം സ്വന്തക്കാരോടും അന്യരോടും കാണിക്കുമ്പോൾ कर रहे हों, ഈ കാര്യം വരുന്ന എല്ലാ അതിഥികളെയും मेहमान को സ്വാധീനിക്കുന്നു. मुतासर कर रही होती है। अलावा इल्मी और दीनी प्रोग्रामों के हर अहमदी का അതുകൂടാതെ ഓരോ അഹമ്മദിയുടെയും കർമ്മപരമായ മാതൃക വരുന്ന അതിഥികളെ വളരെയധികം സ്വാധീനിക്കുന്നു. അതിന്റെ പ്രകടനം അവർ കാഴ്ചവെക്കുകയും ചെയ്യുന്നു. इस्लाम ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളുടെ മാതൃക ഞങ്ങൾക്ക് ജൽസയിൽ കാണാൻ സാധിച്ചു. അത് ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. ചെറിയ കുട്ടികൾ മുതൽ बच्चों से लेकर വൃദ്ധരായവർ വരെ बूढ़ों तक താങ്കളുടെ दायरे में വൃത്തങ്ങളിൽ അസാധാരണമായ ഇഖ്ലാസോടുകൂടി क्लास के साथ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. कर रहा था। അതുപോലെ തന്നെ इसी तरह പങ്കെടുക്കുന്നവരും शामिल होने वाले भी ഒരു വിധത്തിലുള്ള അസ്വസ്ഥതയും കാണിക്കാതെ കുഴപ്പം ഉണ്ടാക്കാതെ फैलाने के ജൽസയിൽ നിശബ്ദരായിക്കൊണ്ട് പങ്കെടുക്കുന്നു. പരിപാടികളിൽ നിന്ന് പ്രയോജനം എടുത്തുകൊണ്ടിരിക്കുന്നു. कर रहे थे। ഈ കർമ്മപരമായ മാതൃകയുടെ പ്രകടനം होने का इजहार ഭൗതികരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. വരുന്ന അന്യരായ അതിഥികൾ गैर मेहमान जो हैं അവർ തങ്ങളുടെ अपने അഭിപ്രായവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. करते रहे हैं। ഇപ്പോൾ ഞാൻ ഏതാനും ചില അഭിപ്രായങ്ങൾ एक दस्तूरात സമർപ്പിക്കുകയാണ്. पेश അത് करूंगा जो उन्होंने അവർ ഈ അന്തരീക്ഷം കണ്ടുകൊണ്ട് വിവരിച്ചതാണ്. बयान किए और തുറന്ന നിലയിൽ ഈ കാര്യം പ്രകടിപ്പിച്ചു. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം എങ്കിൽ तालीम है ഈ അധ്യാപനം ലോകത്ത് तालीम के വ്യാപിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. में जरूरत है। ബെനിൽ നിന്ന് इनसे മുൻ വിദേശകാര്യമന്ത്രിയും खाजे പ്രസിഡന്റിന്റെ ഉപദേശകയും ആയ മറിയം ബോണി ജേലോ സാഹിബ ഇപ്പോഴും അവരുണ്ട്. അവർ സീനിയർ മന്ത്രിയും ഉപദേശകയുമാണ്. പറയുന്നു, कहती हैं എനിക്ക് ഈ ജൽസ മുഖേന അഹമ്മദിയ ജമാഅത്തിനെ വളരെ ഗഹനമായ നിലയിൽ മനസ്സിലാക്കാൻ അവസരം ലഭിച്ചു. ഞാൻ ജൽസയുടെ വ്യവസ്ഥിതി കണ്ട് വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. പ്രവർത്തകരുടെ സംഘാടന നിലവാരം വളരെ ഉന്നതമായിരുന്നു. പ്രവർത്തകരുടെ ഇഖ്ലാസ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ സംഘടനാപരമായ നിലയിൽ എല്ലാ ഭാഗത്തു നിന്നും പരിശോധന നടത്തി. ആളുകൾ വളരെ വിമർശന ദൃഷ്ടിയോടുകൂടിയാണ് നോക്കുന്നത്. പറയുന്നു, ഇത്ര വലിയ ജൽസയിൽ ഒരു ന്യൂനതയും കാണാൻ സാധിച്ചില്ല. सीधी नजर से देखा लेकिन हर शोबे में इंसामात എല്ലാ വകുപ്പുകളെയും വിമർശന ദൃഷ്ടിയോടുകൂടി നോക്കി. എന്നാൽ എല്ലാ വകുപ്പിലും സംഘാടനം ഉന്നത നിലവാരം ഉള്ളതായിരുന്നു. പറയുന്നു, ഞാൻ പ്രവർത്തകരിലേക്ക് നോക്കുമ്പോൾ വലിയവരാകട്ടെ ചെറിയവരാകട്ടെ വൃദ്ധരും സ്ത്രീകളും യുവാക്കളും പുരുഷന്മാരുമാകട്ടെ ചുരുക്കത്തിൽ हर कोई अपने आराम എല്ലാ തലത്തിലും പെട്ട ആളുകൾ മറ്റുള്ളവർക്ക് സൗകര്യം എത്തിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. पहुंचाने के लिए तैयार था। ഓരോരുത്തരും തങ്ങളുടെ സുഖം വിസ്മരിച്ച് മറ്റുള്ളവർക്ക് എളുപ്പവും സൗകര്യവും എത്തിക്കാൻ തയ്യാറായിരുന്നു. ഈ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ कभी भुला ना पाऊंगी। അതിഥികൾക്ക് സന്തോഷം നൽകുന്നതാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. പറയുന്നു, ഈ മനോഹരമായ ഓർമ്മകൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്റെ ആഗ്രഹം ആണ് ഈ ഗുണങ്ങൾ ഞങ്ങളുടെ രാജ്യത്തും സ്ഥാപിതമാകണം. नौजवान भी तालीम हासिल करें। അഹമ്മദിയ ജമാഅത്ത് പഠിക്കാനുള്ള ഒരു അക്കാദമി ആണ്. അതിൽ നിന്ന് എല്ലാ രാജ്യങ്ങളിലെയും യുവാക്കൾ ഈ അറിവ് കരസ്ഥമാക്കണം. പറയുന്നു, ഞാൻ ആത്മീയപരമായ നിലയിൽ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു സാഹോദര്യത്തിന്റെ माहौल था അന്തരീക്ഷം ആണുണ്ടായിരുന്നത്. അത് മുഖേന ആത്മീയതയിൽ പുരോഗതി ഉണ്ടായിത്തീരുന്നു. ഈ അന്തരീക്ഷം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായി വരുന്ന എന്നെപ്പോലുള്ള അതിഥികൾ ആദ്യമായിട്ടായിരിക്കും ഇത്തരം അന്തരീക്ഷം കാണുന്നത്. പറയുന്നു, അഹമ്മദിയത്ത് സമർപ്പിക്കുന്ന ഇസ്ലാം അതിനു മാത്രമേ ലോകത്തിന് സമാധാനം നൽകാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതിലാണുള്ളത്. വീണ്ടും പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ സ്ത്രീകളോടുള്ള പ്രസംഗം जो औरतों से खिताब था
അതിന്റെ ചിന്തയിൽ ഗഹനമായ ഒരു ചിത്രം കോറിയിട്ടിരിക്കുന്നു. മറ്റു മുസ്ലിം സംഘടനകൾ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സ്ഥാനം ഒരു അടിമയേക്കാൾ കൂടുതലല്ല. എന്നാൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം സ്ത്രീകളോടുള്ള പ്രസംഗത്തിൽ സ്ത്രീകളെ അധ്യാപികയായി പറഞ്ഞു. അവരുടെ കടമകളിൽ വരാനിരിക്കുന്ന തലമുറയുടെ ശിക്ഷണവും വിദ്യാഭ്യാസവും നിശ്ചയിക്കുകയുണ്ടായി. അവർ ലോകത്തിന്റെ ഭാവിയാണ്. അതായത് ലോകത്തിന്റെ ഭാവി സ്ത്രീകളുടെ കൈകളിലാണുള്ളത്. ദീനിന്റെ ഭാവിയും സ്ത്രീകളുടെ കൈകളിലാണുള്ളത്. പറയുന്നു, ഇത് സ്ത്രീകൾക്ക് നൽകിയ വലിയൊരു സ്ഥാനമാണ്. ഇതിൽ നിന്ന് ആരോഗ്യമുള്ള സമാധാനപൂർണമായ ഒരു സമൂഹം ഉണ്ടായിത്തീരുന്നതാണ്. ഗോയട്ടിമാലയിലെ നാഷണൽ പാർലമെന്റ് മെമ്പർ എലീന കെലസ് തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി. ജൽസയിൽ പങ്കെടുക്കൽ വളരെ അത്ഭുതകരമായ ഒരനുഭവമായിരുന്നു. ഇസ്ലാമിനെ കുറിച്ചും അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ചും എന്റെ ചിന്താഗതിയിൽ മഹത്തായ പരിവർത്തനം ഉണ്ടായിരിക്കുന്നു. മീഡിയ ഇസ്ലാമിനെ കുറിച്ച് വളരെയധികം തെറ്റായതും ഭയാനകമായ ചിന്താഗതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇസ്ലാം തീവ്രവാദത്തിന്റെയും വെറുപ്പിന്റെയും അധ്യാപനമാണ് നൽകുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ഈ ജൽസയിൽ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള സ്നേഹനിർഭരമായ അധ്യാപനം കാണാൻ സാധിച്ചു. അഹമ്മദിയ ജമാഅത്തിന്റെ മോട്ടോ എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്നത്. ഈ ഒരു മാർഗം മാത്രമാണ്. ഇത് മുഖേനയാണ് ആഗോള സമാധാനവും പരസ്പര സ്നേഹവും നീതിയും ലോകത്ത് നിലനിൽക്കുക. പറയുന്നു, ആയിരക്കണക്കിന് അതിഥികളുടെ സേവനം പ്രവർത്തകർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു അത്ഭുത ദൃശ്യമായിരുന്നു. പിന്നീട് ഇവർ സ്ത്രീകളോടുള്ള പ്രസംഗത്തെക്കുറിച്ചും പരാമർശിച്ചു. സ്ത്രീകളുടെ സ്ഥാനം എന്താണ്? പ്രസംഗത്തിൽ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും പറയുന്നു, ഞാൻ പുരുഷന്മാരുടെ പന്തലിനേക്കാൾ കൂടുതൽ സ്ത്രീകളുടെ ജൽസഗാഹിലും പന്തലിലും കൂടുതൽ സൗകര്യവും സ്വാതന്ത്ര്യവും അനുഭവിച്ചു. ഇത് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളുടെ മനോഹരമായ ഒരു മാതൃകയാണ്. സ്ത്രീകളുടെ ബഹുമാനവും ആദരവും സുരക്ഷയും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന്റെയും ജാമ്യം നൽകുന്നു. പറയുന്നു, ഇപ്പോൾ ഞാൻ ഇസ്ലാമിന്റെ സമാധാനപൂർണവും മനോഹരവുമായ അധ്യാപനത്തിന്റെ ചിന്തയും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഇതുപോലെ തന്നെ കോസ്റ്റോറിക്കയിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സിറിജു മയ ജൽസയിൽ പങ്കെടുത്തു. പറയുന്നു, ഞാൻ ഈ ജൽസ മുഖേന ഇസ്ലാമിന്റെ പുതിയ ചിത്രം കണ്ടു. മുസ്ലിങ്ങളുടെ ഒരു ജമാഅത്ത് കണ്ടു. അവർ പരസ്പരമുള്ള സ്നേഹത്തിലും അനുരക്തിയിലും മാതൃകയാണ്. അവർ തങ്ങളുടെ ഈമാന്റെ കർമ്മപരമായ ചിത്രം സമർപ്പിക്കുന്നു. ഞാൻ തിരിച്ചു തന്നെ തന്റെ സുഹൃത്ത് ബന്ധത്തിലും കുട്ടികൾക്കും പറഞ്ഞുകൊടുക്കും. അഹമ്മദിയ ജമാഅത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥവും മനോഹരവുമായ അധ്യാപനങ്ങളെ ലോകത്ത് കർമ്മരൂപത്തിൽ സമർപ്പിക്കുന്നു. അവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ മോട്ടോ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ ഈ വരുന്നവർ നമ്മുടെ തബ്ലീഗിനുള്ള മാർഗവുമായി തീരുന്നു. അതുപോലെ തന്നെ കോസ്റ്റോറിക്കയിലെ പാർലമെന്റ് മെമ്പറുടെ ഉപദേശകൻ ഡഗ്ലസ് മോണ്ടിറോസോ സാഹിബ് പറയുന്നു, ഞാൻ ജൽസ സാലാനയിൽ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. അദ്ദേഹത്തിന്റെ ഈ ഉപദേശം വളരെയധികം എന്നെ സ്വാധീനിച്ചു. തങ്ങളുടെ ശത്രുക്കൾക്ക് പോലും മാപ്പ് നൽകുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഹൃദയം അസൂയയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും സുരക്ഷിതമായി തീരും. ഈ അധ്യാപനം നമുക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയതാണ്. പറയുന്നു, ഈ കാര്യം തന്നെയാണ് ലോകത്ത് സമാധാനത്തിനുള്ള മാർഗമായി തീരുക. ഈ പ്രസംഗങ്ങളിലൂടെ എനിക്ക് ആത്മീയവും കർമ്മപരവുമായ ഒരുപാട് പ്രയോജനം ലഭിച്ചു. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തിന്റെ കർമ്മരൂപം എനിക്ക് ഈ ജൽസയിൽ കാണാൻ സാധിച്ചു. ഹെയ്റ്റിയിലെ പ്രസിഡന്റിന്റെ പ്രതിനിധി ജോസഫ് പെരേരെ പറയുന്നു, ജൽസയിൽ പങ്കെടുക്കുന്നതിനു മുമ്പ് എന്റെ ഹൃദയത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഏതു വിധത്തിലുള്ള മുസ്ലിങ്ങളാണെന്നറിയില്ല, അവിടെ ചെന്ന് എനിക്കെന്ത് സംഭവിക്കും. എന്നാൽ ജൽസയിൽ പങ്കെടുത്തതിനു ശേഷം എന്റെ എല്ലാവിധത്തിലുള്ള ആശങ്കയും സംശയവും ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും സാധാരണത്വത്തിന്റെയും അനുകമ്പയുടെയും പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. എല്ലായിടത്തും സാഹോദര്യത്തിന്റെ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. പറയുന്നു, ഞാൻ ഒരു മതപരമായ വ്യക്തിയല്ല. എന്നാൽ ഈ ജൽസയിൽ പങ്കെടുക്കുകയും അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമുമായി കണ്ടുമുട്ടുകയും ചെയ്തതിനു ശേഷം എന്റെ ഹൃദയം പറയുകയാണ്, അഥവാ ഏതെങ്കിലും സത്യമതം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം അഹമ്മദിയത്താണ്. ബോർക്കിനോ ഫാസോയിലെ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രസിഡന്റ്
റെക്കോനെ സാഹിബ് അദ്ദേഹം ജൽസയിൽ പങ്കെടുത്തിരുന്നു. പറയുന്നു, वो कहते हैं എന്നെ ജൽസ സാലാനയ്ക്ക് ക്ഷണിച്ചപ്പോൾ എനിക്ക് വളരെയധികം വിസ്മയം തോന്നി. तो मुझे बहुत ഞാൻ ജമാഅത്തിലൊരു മെമ്പറല്ല, जमात का मैं മുസ്ലിമും അല്ല, ना ही मुसलमान എന്നിട്ടും എന്നെ മുസ്ലിങ്ങളുടെ ഒരു फिर भी मुझे एक मुसलमान സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ജൽസയിൽ പങ്കെടുത്ത് ഞാൻ കണ്ടു, ജമാഅത്ത് വർഗവർണ്ണ വ്യത്യാസമില്ലാതെ തങ്ങളുടെ സ്നേഹത്തിന്റെ കൈകൾ എല്ലാവർക്കും വേണ്ടി വിടർത്തിയിരിക്കുകയാണ്. എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുന്നു, എല്ലാവരെയും ഒരേപോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു, എല്ലാവരെയും പരിഗണിക്കുന്നു. പറയുന്നു, ഞാൻ ഒരുപാട് മതനേതാക്കളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അവർ സംസാരിക്കുമ്പോൾ അവർ ഈ വിധമായിരിക്കും, അഥവാ അവർ മാത്രമാണ് സത്യത്തിലുള്ളത്. അവർ ആളുകളുടെ വികാരം കൊണ്ട് കളിക്കുന്നു. എന്നാൽ ഞാൻ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗം വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ചു. മുഴുവൻ പ്രസംഗത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത് ഇതായിരുന്നു: ലോകത്ത് സമാധാനം സ്ഥാപിതമാക്കണം. പറയുന്നു, ഈ അധ്യാപനം കാരണം ഇത് മുഖേനയാണ് ലോകത്ത് സമാധാനം സ്ഥാപിതമാവുക. നമുക്ക് തീവ്രവാദത്തെയും അനീതിയെയും പരാജയപ്പെടുത്താൻ സാധിക്കുക. അതുപോലെ തന്നെ ക്രൊയേഷ്യൻ സംഘത്തിൽ ഒരു വനിത കത്രീന സാലിക് സാഹിബ ഉണ്ടായിരുന്നു. പറയുന്നു, शामिल थी, ഞാൻ മുമ്പ് ചർച്ചിൽ നണ്ണായിരുന്നു, चर्च में नान थी, अब हक की तलाश में है. ഇപ്പോൾ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് പറയുന്നു, ജൽസയുടെ അന്തരീക്ഷവും ഇവിടെ സ്ഥാപിച്ച എക്സിബിഷനും ജമാഅത്തിനെ കുറിച്ചുള്ള മറ്റ് അറിവുകളും എന്റെ ബുദ്ധിക്ക് ഒരുപാട് പ്രകാശം നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ എന്റെ സത്യാന്വേഷണത്തിന്റെ യാത്ര അതിന്റെ ലക്ഷ്യം കാണും എന്നാണ്. പറയുന്നു, कहती हैं कि അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗങ്ങൾ के खिताबात എന്റെ ഉള്ളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി. गहरा ഇപ്പോൾ ഞാൻ ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഗഹനമായ നിലയിൽ പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ക്രൊയേഷ്യയിലെ സംഘത്തിൽ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റിന്റെ ഒരു വിദ്യാർത്ഥിയും പങ്കെടുത്തിരുന്നു. പറയുന്നു, ജൽസയുടെ സംഘാടനവും जलसे के സ്നേഹവും ആത്മാർത്ഥതയും വളരെയധികം സ്വാധീനിച്ചു. वो कहते हैं कि जलसे അവർ പറയുന്നു, ജൽസക്കിടക്ക് ചെറിയ കുട്ടികൾ ഏതൊരു സ്നേഹത്തോടും ഇഖ്ലാസോടും കൂടിയാണോ വെള്ളം നൽകുന്ന ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ट्रैफिक को कंट्रोल किया जा रहा था. അങ്ങേയറ്റം മോശമായ കാലാവസ്ഥയിൽ പാർക്കിങ്ങും ട്രാഫിക്കും കൺട്രോൾ ചെയ്തിരുന്നത്, ശുചിത്വത്തിന്റെ നിലവാരം നിലനിർത്തുന്നതിനു വേണ്ടി और कहते हैं कि वो पहली बार പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം എന്നിൽ വലിയ സ്വാധീനമുണ്ടാക്കി. പറയുന്നു, അദ്ദേഹം ആദ്യമായിട്ടാണ് इनसे राब्ता जमात को वहाँ मुस्तकिल रखना चाहिए. അഹമ്മദിയ ജൽസയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ അതിന്റെ ഓർമ്മകൾ जोड़ा आया था गुज़श्ता साल. ഇദ്ദേഹം മുഴുവൻ ആയുസ്സിലും ഓർക്കുന്നതാണ്. ഇദ്ദേഹവുമായി അവിടെയുള്ള ജമാഅത്ത് സ്ഥിരമായി ബന്ധം വെക്കേണ്ടതാണ്. ക്രൊയേഷ്യയിൽ നിന്ന് കഴിഞ്ഞ വർഷം 2 ദമ്പതികൾ വന്നിരുന്നു. പ്രായമുള്ളവരാണ്. അവർ മുസ്ലിങ്ങളായിരുന്നു. ഈ വർഷം അവർ പങ്കെടുത്തു. അവർ എന്നോട് പിന്നീട് മുലാഖാത്തിൽ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു സാധാരണ മുസ്ലിങ്ങളായിക്കൊണ്ടാണ് വന്നത്, എന്നാൽ ഈ വർഷം ഞങ്ങൾ അഹമ്മദി മുസ്ലിങ്ങളായിട്ടാണ് ജൽസയിൽ പങ്കെടുക്കുന്നത്. साल्वादोर ജൽസയിൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ഉണ്ടാകാറുണ്ട്. ബൈഅത്തും നടക്കുന്നു. रोजो ഫിലിപ്പൈൻസിൽ നിന്നുള്ള കോൺഗ്രസ്മാൻ സാൽവാദോ റോജോ ജൂനിയർ वहाँ के ജൽസയിൽ പങ്കെടുത്തു. അവിടുത്തെ കോൺഗ്രസിൽ ഉന്നത സ്ഥാനമുള്ള ആളാണ്. പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ണു തുറപ്പിക്കുന്ന അനുഭവമായിരുന്നു. അത് മുഖേന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായ കാര്യം ഇതായിരുന്നു: ജമാഅത്തിലെ അംഗങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹത്തോടും ഉന്നത സ്വഭാവത്തോടും കൂടിയാണ് പെരുമാറുന്നത്. പരസ്പരം പരമാവധി സഹായിക്കാനായി പരിശ്രമിക്കുന്നു. അന്യരുടെ നമ്മുടെ ജമാഅത്തിനെ കുറിച്ചുള്ള സ്വാധീനം അതിനെ എല്ലായ്പ്പോഴും സാധാരണ അവസ്ഥയിലും നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഇത് ഓരോ അഹമ്മദിയുടെയും വളരെ വലിയ ഉത്തരവാദിത്വമാണ്. ഇത് കേവലം ഏതാനും ദിവസത്തേക്ക് മാത്രമുള്ള കാണിച്ചുകൂട്ടലാകാൻ പാടില്ല. എന്നേക്കും ഈ സ്വാധീനം നിലനിർത്തുന്നവരായി തീരണം. പറയുന്നു, ഈ അനുഭവം ഇസ്ലാമിനെ കുറിച്ചുള്ള എന്റെ അറിവിൽ വളരെയധികം വർധനവ് വരുത്തി. എന്നെ ഇസ്ലാമിന് അത്തരത്തിലുള്ള ഒരു മനോഹരാധ്യാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി. അതിനെക്കുറിച്ച് എനിക്ക് മുമ്പ് അറിയുമായിരുന്നില്ല. എനിക്ക് ജൽസയിൽ വന്നതിന് ശേഷം മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. ഇസ്ലാമിനെ കുറിച്ച് മീഡിയയിലും പൊതുവിലും പറയുന്ന കാര്യങ്ങൾ അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല. അയർലൻഡിൽ നിന്നുള്ള ഒരു അതിഥി से एक मेहमान ഡെറൻ ഹോളിഡ്, डेरन हॉल അദ്ദേഹം നാഷണൽ जो कि नेशनल ഡൈവേഴ്സിറ്റി പോലീസിന്റെ सिटी पुलिस തലവനാണ്. रहा है. പറയുന്നു, कहते हैं ഇതെന്റെ ആദ്യത്തെ ജൽസ സലാനായാണ്. ജൽസയുടെ അവസരത്തിൽ എനിക്ക് അഹമ്മദിയ ജമാഅത്തിന്റെ ദൃഢനിശ്ചയമുള്ള
സേവകരായ സത്പ്രകൃതക്കാരായ സഹോദരങ്ങളെ കാണാൻ അവസരം ലഭിച്ചു. പ്രവർത്തകരുടെ സേവനം കണ്ട് ആളുകൾ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു. അവർ എല്ലാവരോടും സ്നേഹമാരോടുമില്ല വെറുപ്പ് എന്നതിന്റെ കേവലം വാക്കുകൊണ്ടുള്ള പ്രകടനം മാത്രമല്ല, മറിച്ച് ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രവർത്തകർ നിസ്വാർത്ഥമായ സന്നദ്ധ സേവനം എന്ന നിലയിൽ സേവനം ചെയ്തുകൊണ്ട് അതിന്റെ തുറന്ന പ്രകടനം നടത്തുകയുണ്ടായി. പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ എനിക്ക് ഈ മഹത്തായ അവസരം നൽകി. എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാനും അപഗ്രഥിക്കാനും ജൽസയുടെ പരിപാടികളിൽ നിന്ന് ആനന്ദം നുകരാനും അവസരം ലഭിച്ചു. വീണ്ടും പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രസംഗത്തിനു മുമ്പ് പാടിയ പദ്യം എന്നിൽ ഗഹനമായ സ്വാധീനം ഉണ്ടാക്കി. ഹോളണ്ടിൽ നിന്ന് ഒരതിഥി മിസ്റ്റർ ആർണോൽ വാൻറ്റ്യൂം എഴുതി, ജൽസ സാലാനയുടെ അന്തരീക്ഷം വളരെ സൗഹൃദപരമായിരുന്നു. ഈ മഹത്തായ പരിപാടിയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതിൽ ഞാൻ ആളുകളുമായി ഓർത്തിരിക്കുന്ന കൂടിക്കാഴ്ചകൾ നടത്തി. അന്തരീക്ഷത്തിൽ ഒരു പോസിറ്റീവായ സന്ദേശത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു. യുവാക്കളുടെ പൂർണ്ണമായ പങ്കാളിത്തവും നിസ്വാർത്ഥമായ സേവനവും എന്നെ വളരെയധികം സ്വാധീനിച്ചു. യുവാക്കളുടെ പ്രവർത്തനം കണ്ട് എനിക്ക് ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടായി. ഞാൻ അനേകം മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ യുവാക്കളുടെ ഈ വിധത്തിലുള്ള പങ്കാളിത്തം എന്റെ ആദ്യത്തെ അനുഭവം ആണ്. യുകെയിലെ ക്യൂൻസ് കൌൺസിലെ ഒരു സീനിയർ ബാരിസ്റ്റർ മിസ്റ്റർ ഡേവിഡ് മാർട്ടിൻ പറയുന്നു, ഞാൻ പറയാൻ പോകുന്നത് എന്റെ വാക്കുകളല്ല, മറിച്ച് എന്റെ ഹൃദയത്തിന്റെ ശബ്ദമാണ്. ഞാൻ ഇന്നുവരേക്കും ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. എത്ര നല്ല ആളുകൾ, എത്ര മനോഹരമായ ജമാഅത്താണ്. ഞാൻ എന്റെ മാതാവിന്റെ ഭാഗത്തിന് അടിസ്ഥാനപരമായി യഹൂദിയാണ്. എന്നാൽ ഞാൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലും പോയിക്കൊണ്ടിരുന്നു. എനിക്ക് പൂർണ്ണമായും ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും, ജൽസ സാലാന പോലുള്ള ഒരു ദൃശ്യം ഞാൻ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. പറയുന്നു, നിങ്ങൾ ഇസ്ലാമിന്റെ എത്ര മനോഹരമായ ചിത്രമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. BBC-ക്കാർ ഈ ജൽസയെക്കുറിച്ച് ഇതുവരേക്കും ഒരു ഡോക്യുമെന്ററിയും എന്തുകൊണ്ട് തയ്യാറാക്കിയില്ല? BBC-ക്കാർ തയ്യാറാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ആളുകൾക്ക് അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ചും അതിന്റെ ചിന്താഗതികളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചും അറിവ് നൽകുന്നതിനു വേണ്ടി സിറാലിയൂണിലെ ഒരു അതിഥി തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു. ദുൽകാബ കാൽബോ സാഹിബ്, ഞാൻ ജൽസ സാലാനയുടെ സംവിധാനം കണ്ട് വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ഞാൻ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എന്നോട് ആരെങ്കിലും പറയുകയാണ്, ഈ വിധത്തിൽ 37,000-ത്തിലധികം ആളുകൾ ഒരു സ്ഥലത്ത് 3 ദിവസത്തേക്ക് ഒരുമിച്ചുകൂടി ഒരു വിധത്തിലുള്ള വ്യവസ്ഥയില്ലായ്മയും ഉണ്ടായില്ല, ഒരുപക്ഷെ ഞാനത് വിശ്വസിക്കുമായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം ഞാൻ സ്വയം എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ ആരെയും പരാതി പറയുന്നതായി കണ്ടില്ല. എല്ലാവരും വളരെ വിനയത്തോടും എളിമയോടും കൂടി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്യർ നമ്മുടെ പ്രവർത്തകരെ, സന്നദ്ധ സേവകരെ കണ്ട് വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു. ഇത് ഓരോ പ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്ന നിശബ്ദ തബ്ലീഗാണ്. കുട്ടികളും വൃദ്ധരും സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും. ഇതാണ് അന്യരുടെ ഏതാനും ചില അഭിപ്രായങ്ങൾ. ചില മുസ്ലിങ്ങളും പങ്കെടുത്തിരുന്നു. അവർ തങ്ങളുടെ ഭരണകൂടത്തിന്റെ നേതാക്കന്മാരാണ്, അതിന്റെ പ്രതിനിധികളായിട്ടായിരുന്നു വന്നത്. അവരുടെ 1-2 അഭിപ്രായങ്ങൾ സമർപ്പിക്കാം. അൽഹാജ് മുഹമ്മദ് ഉസ്ലിം ബാഹ സാഹിബ്, വൈസ് പ്രസിഡന്റ്, നാഷണൽ അസംബ്ലി, ഗിനി കൊനാക്കറി, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയാം. ഇദ്ദേഹം പറയുന്നു, ജൽസയുടെ സംവിധാനവും ഡിസിപ്ലിനും കണ്ട് ഞാൻ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. ഞാൻ അന്വേഷിച്ചിട്ടും ഒരു വകുപ്പിലും ഒരു കുറവും കാണാൻ സാധിച്ചില്ല. വലിയ തോതിലുള്ള സംവിധാനവും പങ്കെടുക്കുന്നവരുടെ ആധിക്യവും കൂടുതൽ ആയിരുന്നിട്ടും ഒരു വിധത്തിലുള്ള സംവിധാനമില്ലായ്മയും ഉണ്ടായിരുന്നില്ല. ഒരു കലഹവും ലഹളയും ഇല്ല. പറയുന്നു, എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളിലെ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം ഉന്നതമായ പ്രശംസനീയമായ സംവിധാനം ഞാൻ എവിടെയും തന്നെ കണ്ടിട്ടില്ല. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ ആത്മാവ്. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. വീണ്ടും പറയുന്നു, ചെറിയ ചെറിയ കുട്ടികൾ, അവരുടെ തർബിയത്തും അസാധാരണമായതാണ്. കുട്ടികൾ ചോദിക്കുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? പിന്നീട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഒരുക്കി നൽകുന്നു. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കാണുന്നു. ഒരു പ്രാവശ്യമല്ല, കൂടെ കൂടെ ഞങ്ങളോട് ചോദിക്കുന്നു. ഇവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അതിഥികൾ വന്നിരുന്നു. എല്ലാവരോടും പരസ്പരം ഈ വിധത്തിലാണ് കണ്ടുമുട്ടിയിരുന്നത്. പരസ്പരം സഹോദരന്മാരാണ്.
അല്ലെങ്കിൽ अजीज हैं। പരസ്പരം ബന്ധുക്കളാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിലാണ്. നിങ്ങൾ തന്നെയാണ് ശരിയായ മാർഗത്തിൽ. പറയുന്നു, എനിക്കുറപ്പുണ്ട് यकीन है നിങ്ങൾക്ക് പിന്നിൽ അള്ളാഹുവിന്റെ കൈകളുണ്ട്. എന്നാൽ ചില ആളുകൾ लेकिन बात പ്രവേശിക്കുകയില്ല. കാരണം शामिल नहीं होते, इसलिए ചില ഭൗതിക കാരണങ്ങൾ दुनियावी അവർക്ക് തടസ്സമായി നിൽക്കുന്നു. बात उनको मान्य हो जाती है। പറയുന്നു, ഇൻഷാ അല്ലാ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് തിരിച്ചു ചെന്ന് ഭരണകൂടത്തെ തീർച്ചയായും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കും. ജമാഅത്തിനെ എല്ലാ കാര്യത്തിലും സഹായിക്കണം. मदद करे നിങ്ങളുടെ ജമാഅത്ത് ഞങ്ങളുടെ രാജ്യത്തും ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക് നമ്മുടെ മാർഗദർശനം നൽകുന്നതിനു വേണ്ടി. फिर ഗിനി കൊനാക്കറിയിലെ नौकरी के ഹസൻ കിറ്റ സാഹിബ് നാഷണൽ ഡയറക്ടർ പോലീസാണ്. പറയുന്നു, ഞാൻ പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഞാൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിശോധന നടത്തി. सिक्योरिटी का സെക്യൂരിറ്റിയുടെ ഉന്നതമായ സംവിധാനമായിരുന്നു. അതിൽ എനിക്കൊരു ന്യൂനതയും കാണാൻ സാധിച്ചില്ല. പറയുന്നു, ഇമാം ജമാഅത്തെ അഹമ്മദിയുടെ പ്രസംഗം കേട്ടതിനു ശേഷം എനിക്ക് സ്വയം മുസ്ലിമാണ് എന്ന കാര്യത്തിൽ അഭിമാനം തോന്നി. महसूस होने लगा। फिर സെറാലിയൂണിലെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് मेंबर ऑफ पार्लियामेंट अली ആലി കല്ലാക്കു സാഹിബ് പറയുന്നു, कहते हैं അഹമ്മദിയത്ത് തന്നെയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം. അഹമ്മദി മുസ്ലിങ്ങൾ സമാധാനം വളർത്തുന്നതിനു വേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങൾ അത് വിലമതിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ പേര് എല്ലാ ഭാഗത്തും തീവ്രവാദമായിട്ടാണ് ഇന്ന് गर्दी के साथ मंसूब കൂട്ടിച്ചേർക്കുന്നത്. എന്നാൽ അഹമ്മദികൾ ഈ ചിന്താഗതി തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു. ജൽസയുടെ സംവിധാനം വളരെ ഉന്നതമായിരുന്നു. ചെറിയ ചെറിയ കുട്ടികൾ പോലും സേവനത്തിനായി നിയോഗിക്കപ്പെട്ടിരുന്നു. ഈ ദൃശ്യം ആത്മാവിന് സന്തോഷം പകരുന്നതായിരുന്നു. എന്റെ അഭിപ്രായം അനുസരിച്ച് അഹമ്മദിയ ജമാഅത്തിന്റെ സത്യത വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ഈ ദൃശ്യം തന്നെ മതിയായതാണ്. പിന്നീട് തുർക്ക്മാനിസ്ഥാനിലെ ഒരു സുഹൃത്ത് के एक दोस्त അബ്ദുൾ റഷീദ് സാഹിബ് शामिल हुए। മലൂവെ പറയുന്നു, ഞാൻ ഏകദേശം 2 വർഷം മുമ്പ് തന്റെ ഒരു സുഹൃത്തിൽ നിന്ന് ഈ ജമാഅത്തിനെ കുറിച്ച് കേട്ടിരുന്നു. इस जमात के बारे में सुना അതിന്റെ മുദ്രാവാക്യം എല്ലാവരോടും സ്നേഹം, ആരോടും വെറുപ്പില്ല എന്നുള്ളതാണ്. इससे नहीं ഞാൻ ലണ്ടനിൽ വന്നതു മുതൽ मैं जिस दिन से സ്നേഹത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. घिरा हुआ हूँ ഏതുപോലെ തങ്ങളുടെ യഥാർത്ഥ മാതാപിതാക്കളുടെയും വീട്ടുകാരുടെയും കൂടെയാണോ എന്നെ വളരെയധികം സ്വാധീനിച്ച കാര്യങ്ങൾ, എന്റെ ഹൃദയത്തിൽ ഗഹനമായ സ്വാധീനം ഉണ്ടാക്കിയവ, അതിൽ ഒന്ന് ഇതാണ്. എന്നാണോ ഞങ്ങൾ തുർക്കിമാനിസ്ഥാനിൽ നിന്ന് ലണ്ടനിൽ എത്തിയത്, ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അഹമ്മദി ആൺകുട്ടികൾ സലാം പറഞ്ഞതിനു ശേഷം ഉടൻ തന്നെ ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്തു കൊണ്ടുവന്നതാണ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വിശ്രമിക്കുക. ഈ കാര്യം കേട്ട് എനിക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസ് ഓർമ്മ വന്നു. याद आ गई ഒരു മജ്ലിസിൽ അവിടുന്ന് ഒരതിഥി വന്നപ്പോൾ അതിനെക്കുറിച്ച് आया था उसके बारे में ഒരു സഹാബിയോട് പറയുകയുണ്ടായി, ആരാണ് ഈ ഇദ്ദേഹത്തെ കൊണ്ടുപോവുക എനിക്ക് വേണ്ടി. പിന്നീട് അദ്ദേഹം ആ നീണ്ട ഹദീസ് പൂർണ്ണമായും കേൾപ്പിച്ചു ആ സൽക്കാരത്തെ കുറിച്ച്. ഏതായിരുന്നാലും बहरहाल फिर वो അദ്ദേഹം വീണ്ടും പറയുന്നു, ജൽസയിൽ പങ്കെടുത്ത് എനിക്ക് ഈ കാര്യം മനസ്സിലായി. ഞാൻ എന്റെ മുഴുവൻ ജീവിതവും അള്ളാഹുവിന്റെ സന്തോഷത്തിൽ കഴിച്ചുകൂട്ടി. എന്നാൽ എനിക്ക് അള്ളാഹുവിനെ കേവലം ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആഗോള ബയ്യത്തിന്റെ മഹത്തായ की अजीम शान तकरीब में शिरकत പരിപാടിയിൽ പങ്കെടുത്ത് ബയ്യത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഇവിടെ വന്ന് അദ്ദേഹം ബയ്യത്തും ചെയ്തു. എന്നോട് സംസാരിക്കുമ്പോൾ വളരെയധികം मुझसे बातें कर रहे थे। വികാരപരിതനായിരുന്നു അദ്ദേഹം. कहते हैं जिस वक्त പറയുന്നു, ഞാൻ ബയ്യത്ത് ചെയ്യുമ്പോൾ എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. ഈ കണ്ണുനീർ എന്റെ പിതാവിന്റെ മരണത്തിൽ പോലും പുറത്തു വരാതിരുന്നതാണ്. പ്രത്യക്ഷത്തിൽ തോന്നുമായിരുന്നു ഈ കണ്ണുനീർ ഒരു കാരണവും ഇല്ലാതെയാണ്. എന്നാൽ പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞു, ഭൂമിയിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു ജമാഅത്ത് ഉണ്ടായിരിക്കുന്നു. അത് അതിന്റെ അസ്തിത്വത്തിൽ ഉദാഹരണമില്ലാത്തതാണ്. ഈ ജമാഅത്തിന്റെ പ്രവർത്തനം കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടും ലോകത്തിൽ നിന്നും ദൂരെ കളയുന്നതിനു വേണ്ടി എല്ലാവിധ ത്യാഗത്തിനും തയ്യാറായി നിൽക്കുകയാണ്. फिर बाद में मुबाइन ചില നവാഹമ്മദികൾ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും സാഹോദര്യത്തിന്റെയും ദൃശ്യം കാണുമ്പോൾ അവരുടെ ഈമാനിൽ കൂടുതൽ വർധനവുണ്ടാകുന്നു. ജമൈക്കയിൽ നിന്ന് പങ്കെടുത്ത ഒരു നവാഹമ്മദി വനിത നിൽസൺ വില്യം സാഹിബ പറയുന്നു, के जलसा सालाना में ജൽസ സാലനയിൽ ഖലീഫത്തുൽ മസീന്റെ പ്രസംഗം, പ്രത്യേകിച്ച് ആഗോള ബയ്യത്ത് വളരെ വികാരഭരിതമായ ഒരു അനുഭവമായിരുന്നു. പറയുന്നു, എനിക്കറിയാൻ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് പ്രവർത്തകർ സന്നദ്ധ സേവനം ആണ് ചെയ്യുന്നത്. खिदमत करते हैं। അപ്പോൾ എനിക്ക് ചിന്ത ഉണ്ടായി, ഈ പ്രവർത്തകരുടെ ശിക്ഷണത്തിനായി ജമാഅത്തിന് ഒരുപാട് പ്രയാസം നേരിടേണ്ടതായി വന്നിരിക്കും. എന്നാൽ ഞാൻ
ഈ പ്രവർത്തകരെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരായി കണ്ടപ്പോൾ എനിക്ക് തോന്നി तो मुझे एहसास ഇത് ഒരു ദൈവിക ജമാഅത്താണ്. इलाही जमात है। കാലത്തിന്റെ ഖലീഫക്ക് നേരിട്ട് അള്ളാഹുവിന്റെ സഹായവും अल्लाह ताला से പിന്തുണയും ഉണ്ട്. പ്രത്യേകിച്ച് കാർ പാർക്കിങ്ങിന് സേവനം ചെയ്യുന്ന ഖുദ്ദാം തങ്ങളുടെ കടമകൾ കാലാവസ്ഥ മോശമായിരുന്നിട്ടും ഹൃദയം കൊണ്ട് ചെയ്യുന്നത് കണ്ട് അത്ഭുത പരതന്ത്രയായി പോയി. ഈ ദൃശ്യം ഞാൻ എന്റെ മുഴുവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഐവറി കോസ്റ്റിലെ ഒരു നഗരത്തിലെ മേയർ ബറാക്കിയ ദൊത്തേനെ സാഹിബ് പറയുന്നു, ഞാൻ ഇസ്ലാം അഹമ്മദിയത്ത് സ്വീകരിച്ചപ്പോൾ ആളുകളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു. എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അധികം അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു. അഹമ്മദി മുസ്ലിം ആണോ അല്ലേ എന്ന് എനിക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ സാധിക്കുക? ഏതായിരുന്നാലും പറയുന്നു, ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ ജമാഅത്തിൽ ചേർന്ന് എന്തെങ്കിലും പാപം ചെയ്തോ. എന്നാൽ ഞാൻ ജമാഅത്തുമായി ബന്ധം വെച്ചപ്പോൾ അവർ എന്നെ ജൽസ സാലാനയിലേക്ക് ക്ഷണിച്ചു. അവിടെ ചെന്ന് ജമാഅത്തിനെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ കണ്ടുകൊള്ളുക. പറയുന്നു, ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രം കണ്ടു. കാലത്തിന്റെ ഖലീഫയുടെ ഓരോ പ്രസംഗവും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിൽ ആരംഭിക്കുകയും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിൽ അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ ജൽസാനയുടെ അന്തരീക്ഷം കണ്ട് എനിക്ക് എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിച്ചു. അഹമ്മദികൾ മുസ്ലിങ്ങളാണോ അല്ലേ എന്നുള്ളത് ഇനി എനിക്ക് പറയാൻ സാധിക്കും. എന്നാൽ സാധിച്ച ജോലി അത് തികച്ചും ശരിയായിരുന്നു. അഹമ്മദികൾ തന്നെയാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. ഞാൻ ഈ കാര്യത്തിൽ സംതൃപ്തനാണ്. അഹമ്മദികളുടെ എല്ലാ പ്രവൃത്തിയും വിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും അനുസരിച്ചുകൊണ്ടുള്ളതാണ്. ബെലീസിലെ തലസ്ഥാനം ബെൽമോപാനിലെ മേയർ ഖാലിദ് ബില്ലായർ സാഹിബ് ജൽസയിൽ പങ്കെടുത്തു. പറയുന്നു, ജൽസയിൽ പങ്കെടുത്തത് വളരെ വലിയ അനുഭവമായിരുന്നു. ജമാഅത്തിലെ എല്ലാ വ്യക്തിയും എന്നെ സേവിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണെന്നാണ് തോന്നിയിരുന്നത്. ഈ അനുഭവം കൊണ്ട് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വളരെയധികം താല്പര്യമുണ്ടായി. ഇവിടെ നിന്ന് ഞാൻ സഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പാഠം കൊണ്ട് തന്റെ രാജ്യത്തേക്ക് മടങ്ങുകയാണ്. ഇത് എനിക്ക് കൂടെ വിവിധ സ്ഥലങ്ങളിൽ കാണാൻ കഴിഞ്ഞ ഒന്നാണ്. എനിക്കിത് ഒരു ബോട്ടിൽ നിറച്ച് തന്നോടൊപ്പം ബെലീസിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ തന്റെ രാജ്യക്കാർക്ക് ഇത് വിതരണം ചെയ്യുന്നതിനു വേണ്ടി. വീണ്ടും പറയുന്നു, ജൽസയുടെ സംവിധാനം ഏറ്റവും ഉന്നതമായ നിലയിലായിരുന്നു. എന്നെ ഇവിടെ സ്വാഗതം ചെയ്തതുപോലെ അതിനെ എപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്കെപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. നിങ്ങൾ എന്നെ ഇവിടേക്ക് വരുന്നതിന് ക്ഷണിച്ചു. പറയുന്ന ഒരു ദിവസം ഞാൻ അതിഥികളുടെ പന്തലിൽ ഒറ്റക്കായിരുന്നു. ഏതാനും ഖുദ്ദാം എന്റെ അടുത്ത് വന്നു. എനിക്കറിയാമായിരുന്നു ഇവർ എന്റെ അടുത്ത് വരാനുള്ള കാരണം ഞാൻ പുറത്തുനിന്ന് വന്ന ആളാണ്. ഒരുപക്ഷെ ഞാൻ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഈ കാര്യം എന്റെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ചു. ഇവിടെ യുവാക്കൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പോലും ചിന്തയുണ്ട്. നാം നമ്മുടെ അതിഥികളോട് ഏതു വിധത്തിലാണ് പെരുമാറേണ്ടത്. അതുപോലെ ആഗോള ബയ്യത്തും അന്യരുടെ മേൽ സ്വാധീനം ചെലുത്താറുണ്ട്. ഒന്ന് ഞാൻ മുമ്പ് വിവരിച്ചു. മറ്റൊരു സംഭവം കൂടിയുണ്ട്. ക്രൊയേഷ്യൻ പാർലമെന്റിലെ മെമ്പർ ഓഫ് അസംബ്ലി ജൽസയിൽ പങ്കെടുത്തു. ആഗോള ബയ്യത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഐക്യുവിക് സമാങ്കോജ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. പറയുന്നു, ആഗോള ബയ്യത്തിന്റെ പരിപാടി എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഞാൻ ക്രിസ്തു മതത്തിലെ ഫെയ്ത്ത് റീകൺഫർമേഷൻ പരിപാടികളിൽ പലതവണ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഏതൊരു വികാരാവേശവും ആത്മാർത്ഥതയും മതത്തോടുള്ള കൂറിന്റെ ദൃഢനിശ്ചയവും ആണോ അഹമ്മദിയ ജമാഅത്തിന്റെ ആഗോള ബയ്യത്തിൽ കണ്ടത്, അത് അത്ഭുതകരമായ വിസ്മയകരമായ ഒരു അനുഭവമായിരുന്നു. അത് ഞാൻ മുഴുവൻ ആയുസ്സും ഓർത്തുവെക്കുന്നതാണ്. ഒരു ഈജിപ്ഷ്യൻ ഡോക്ടർ ആണ് ഹാനി റുഷ്വാൻ സാഹിബ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ആഗോള ബയ്യത്തിന്റെ സമയത്ത് ജൽസഗാഹിൽ പ്രവേശിച്ചു. ആളുകളുടെ ലൈൻ ജൽസഗാഹിന് പുറത്തേക്കും വ്യാപിച്ചു കിടക്കുകയായിരുന്നു. അതുകണ്ട് വളരെയധികം സ്വാധീനിക്കപ്പെടുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ രാജ്യത്ത് ഈജിപ്തിൽ ഈ തരത്തിലുള്ള അച്ചടക്കം അസാധ്യമാണ്. ഇദ്ദേഹത്തിന്റെ വികാരം ഇത്രമാത്രമായിരുന്നു. അദ്ദേഹം ബയ്യത്തിന്റെ സമയത്ത് ഒരു ലൈനിൽ ഇരുന്നു. ഇസ്തിഗ്ഫാറും അറബി വാക്കുകളും ഏറ്റുചൊല്ലാൻ തുടങ്ങി. ഏറ്റുപറയുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ബയ്യത്ത് ചെയ്തു എന്നല്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരു വികാരപരമായ അവസ്ഥയായിരുന്നു. എന്നാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏതായിരുന്നാലും ഇനി ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നതാണ്. പ്രസിന്റെ ശ്രദ്ധയും ഉണ്ടായി. ജൽസയുടെ
അന്തരീക്ഷത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രസ്സും ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് ശരിയായ വാർത്തകൾ നൽകാൻ നിർബന്ധിതരാണ്. ഫ്രാൻസിസി പത്രം लिबरेशन के जर्नलिस्ट ഡെബ്യൂ റോഷന്റെ सोनिया डेले साले ജേർണലിസ്റ്റ് സോണിയ बयान करती कहती हैं जब मैं यहाँ पहुंची ഡേജ്ലിറ്റ് സാലെ തന്റെ അഭിപ്രായം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആദ്യം എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഇവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും വെവ്വേറെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ജൽസഗ സന്ദർശിച്ചപ്പോൾ കാണാൻ സാധിച്ചു സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പിന്നീട് സ്ത്രീകളുടെ ഭാഗത്ത് പോയപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു സ്ത്രീകൾക്ക് പ്രത്യേക സംവിധാനം ഉള്ളതുകൊണ്ട് സ്ത്രീകൾ കൂടുതൽ സ്വതന്ത്രരാണ്. ഏറ്റവും കൂടുതലായി സ്ത്രീകൾക്ക് പൂർണ്ണമായ സ്വയം പര്യാപ്തത ഉണ്ടായിരിക്കുന്നു. അവർ എല്ലാ ജോലിയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെ താമസിക്കുന്ന ചില പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ മേൽ അക്രമം നടക്കുന്നു എന്നാണ്. എന്നാൽ അവർ ചിന്തിക്കേണ്ടതാണ്, അന്യർക്കും നമ്മുടെ ഈ അന്തരീക്ഷമാണ് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ബൊളീവിയയുടെ നാഷണൽ ന്യൂസ് ചാനലിന്റെ ഒരു ജേർണലിസ്റ്റ് തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, പാശ്ചാത്യരുടെ ചിന്തയനുസരിച്ച് ഇസ്ലാം സ്ത്രീകളെ പിന്നിലേക്ക് വെക്കുന്നു, അവർക്കൊരു സ്ഥാനവും നൽകുന്നില്ല. എന്നാൽ ഞാൻ ഇവിടെ കണ്ടു അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം ഉന്നത വിജയം കരസ്ഥമാക്കിയ വനിതകൾക്ക് സമ്മാനം നൽകുന്നു, ഓരോ സ്ത്രീയെയും പ്രത്യേകമായി പേരെടുത്ത് വിളിക്കുന്നു. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ശക്തമായ ആഗ്രഹമുണ്ടായി, ഞാൻ തിരിച്ചു ചെന്ന് എന്റെ പത്രത്തിൽ ഇതിനെക്കുറിച്ച് തീർച്ചയായും എഴുതുന്നതായിരിക്കും. ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് എപ്പോഴെങ്കിലും സ്ത്രീകളെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം നടത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. മറ്റൊരു വനിതാ പത്രപ്രവർത്തക ആഗോള ബയ്യത്തിന്റെ അവസരത്തിൽ ബയ്യത്തിന്റെ വാക്കുകൾ കൂടെ കൂടെ ഉച്ചരിക്കാൻ തുടങ്ങി. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചത്. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവം, വികാരവും ഇതിനു മുമ്പ് ഒരിക്കലും തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ അനിയന്ത്രിതമായി ഈ വാക്കുകൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾ വികാരത്തെ ഉദ്ദീപിക്കുന്നതിനു വേണ്ടി മ്യൂസിക് അനിവാര്യമാണെന്നാണ് പറയുന്നു. മ്യൂസിക് ഇല്ലാതെ വികാരം ഉദ്ദീപിക്കപ്പെടുകയില്ല. എന്നാൽ എനിക്ക് ഇപ്പോൾ മനസ്സിലായി, ആഗോള ബയ്യത്തിന്റെ ഇടയ്ക്ക് വികാരം മുഹമ്മദിയുടെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുവിധത്തിലുള്ള മ്യൂസിക്കിന്റെയും ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ബൊളീവിയയിൽ നിന്ന് ഒരു പത്രപ്രവർത്തകൻ കാർലോസ് ജമീർ റിയാസ് സാഹിബ് ഉണ്ടായിരുന്നു. പറയുന്നു, ഏതൊരു കാര്യമാണോ അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, അത് അഹമ്മദിയ ജമാഅത്ത് സമാധാന സ്ഥാപനത്തിന് വേണ്ടിയുള്ള ആവേശവും അതിനായുള്ള പരിശ്രമമാണ്. ഇത് അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതും അത്യാവശ്യമായിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ അഹമ്മദിയ ജമാഅത്ത് വിവിധ സമൂഹത്തിലും വിവിധ സംസ്കാരത്തിലുമുള്ള ആളുകളെ ഇസ്ലാം മതത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂട്ടാനുള്ള ആഗ്രഹവും ശ്ലാഘനീയമായ ഒന്നാണ്. വീണ്ടും ഇദ്ദേഹം പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പ്രത്യേകം വിസ്മയകരമായിരുന്നു. ഇത്ര വിശാലമായ വ്യവസ്ഥിതി കേവലം സന്നദ്ധ സേവനത്തിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നറിയാൻ സാധിക്കുന്നു, ഒരു ജോലിയും എത്ര തന്നെ പ്രയാസകരമായിരുന്നാലും ശരി, ഈമാനും ആത്മാർത്ഥതയും നിസ്വാർത്ഥയും സ്നേഹവും ഉണ്ടെങ്കിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും പറയുന്നു, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങളെക്കുറിച്ച്, കടമകളെക്കുറിച്ചും പ്രസംഗിച്ചു. അത് മുഖേന എന്റെ ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു. ഈ പ്രസംഗം കൊണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനത്തിന്റെ ഹിക്മത്ത് എനിക്ക് കൂടുതൽ വ്യക്തമായി. വീണ്ടും പറയുന്നു, അഹമ്മദിയ സ്ത്രീകളുടെ ഉന്നത വിജയത്തിന്റെ ദൃശ്യം സന്തോഷം നൽകുന്നതായിരുന്നു. ഇതിൽ നിന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇരുകൂട്ടർക്കും ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി പരിശ്രമിക്കണം എന്നുള്ള കാര്യമാണ് തെളിയുന്നത്. ആദ്യം കുടുംബത്തിന്റെ തലത്തിൽ, പിന്നീട് കമ്മ്യൂണിറ്റി തലത്തിൽ, പിന്നീട് രാജ്യത്തിന്റെ തലത്തിലും മുഴുവൻ ലോകത്തിന്റെ തലത്തിലും. വീണ്ടും പറയുന്നു, താങ്കളുടെ സമാപന പ്രസംഗം അതേതുപോലെ അഹമ്മദിയ ജമാഅത്തിന് അനിവാര്യമാണോ അതുപോലെ ബാക്കിയുള്ള ലോകത്തിനും ബാക്കി സമൂഹങ്ങൾക്കും അനിവാര്യമായിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ജൽസയുടെ അന്തരീക്ഷവും ഡ്യൂട്ടി നൽകുന്നവരുടെ സ്വാധീനവും അത് നീതി ഇഷ്ടപ്പെടുന്ന എല്ലാവരിലും സ്വാധീനിക്കുന്ന ഒന്നാണ്. അള്ളാഹു ഡ്യൂട്ടി നൽകിയ എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. പങ്കെടുത്തവർക്കും അവർ ഇസ്ലാമിന്റെ ഈ നിശബ്ദ തബ്ലീഗിന്റെ ഭാഗമായി മാറുന്നു. നാം പ്രത്യേകിച്ചും ഈ ആയിരക്കണക്കിന് പ്രവർത്തകർക്കും പ്രവർത്തകരായ സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. തങ്ങളുടെ ദുആയിൽ ഓർക്കേണ്ടതാണ്. ഇപ്രാവശ്യം മഴ കാരണം ചില സംവിധാനത്തിൽ കുറവുകൾ ഉണ്ടായി. അല്ല എങ്കിൽ പോലും കുറവുകൾ ഉണ്ടാകാറുണ്ട്.
എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും പ്രവർത്തകർ വളരെയധികം ഹിക്മത്തോടും അധ്വാനത്തോടും കൂടി ഈ കുറവ് അധികം ഉള്ളതായി തോന്നിച്ചില്ല. വെള്ളത്തിന്റെ വിതരണവും ചില സമയത്ത് തടസ്സപ്പെട്ടു. എന്നാൽ പൊതുവായ നിലയിൽ സംവിധാനം വളരെ ഉന്നതമായ നിലയിലായിരുന്നു. അധിക ആളുകളും തങ്ങളുടെ അഭിപ്രായം എനിക്ക് എഴുതി അറിയിച്ചിരിക്കുന്നത് ജൽസയിൽ പങ്കെടുത്ത അഹമ്മദികൾ അത് വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ ചിലരുടെ നെഗറ്റീവായ അഭിപ്രായങ്ങളും ഉണ്ട്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും വലിയ താൽക്കാലിക സംവിധാനത്തിൽ അല്പസ്വല്പം കുറവുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികളും നമ്മുടെ നന്ദിക്ക് എന്തുകൊണ്ടും അവകാശികളാണ്. ഞാൻ സംഘാടകരോടും പറയുകയാണ്, ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പരാതികൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. അത് തങ്ങളുടെ റെഡ് ബുക്കിൽ നോട്ട് ചെയ്യുക. കൂടുതൽ ഭാവിയിൽ കൂടുതൽ മെച്ചം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പത്രങ്ങളിലും വളരെ നല്ല കവറേജ് നൽകി. മീഡിയ മുഖേന ജൽസ സാലാനുമായി ബന്ധപ്പെട്ട് 358 വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിലിപ്പോൾ കൂടുതൽ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓൺലൈൻ മീഡിയ മുഖേന 36 മില്യൺ ആളുകളിലേക്ക് സന്ദേശമെത്തി. ടിവിയിലും റേഡിയോയിലും പ്രക്ഷേപണം ചെയ്ത വാർത്തകൾ മുഖേന 21 മില്യൺ അധികം ആളുകളിലേക്ക്, പ്രിന്റ് മീഡിയ മുഖേന 2 മില്യൺ ആളുകളിലേക്ക് സന്ദേശമെത്തി. ഇതുകൂടാതെ സോഷ്യൽ മീഡിയ മുഖേന 58 മില്യണിൽ കൂടുതൽ ആളുകൾക്ക് സന്ദേശമെത്തി. MTA ലൈവ് സ്ട്രീമിംഗ്, എന്റെ അവസാന ദിവസത്തെ പ്രസംഗം മാത്രം ലൈവ് സ്ട്രീമിംഗിൽ ഏകദേശം 2 ലക്ഷം ആളുകൾ കേട്ടു. ഇതുപോലെ ഒരു സുരക്ഷിതമായ അനുമാനം അനുസരിച്ച് മുഴുവൻ മാർഗത്തിലൂടെ 128 മില്യണിൽ അധികം ആളുകളിലേക്ക് സന്ദേശമെത്തി. പ്രസിദ്ധമായ മീഡിയകളിൽ ജൽസയെ സംബന്ധിച്ച് കവറേജ് നടത്തിയത് അതിൽ BBC റേഡിയോ, ITV, ഇൻഡിപെൻഡന്റ് പത്രങ്ങൾ, ദി ടൈംസ്, സൺഡേ എക്സ്പ്രസ്, ലണ്ടൻ ഈവനിംഗ് സ്റ്റാൻഡേർഡ്, ന്യൂയോർക്ക് ടൈംസ്, फेसबुक लाइव न्यूयॉर्क टाइम्स है और फेसबुक लाइव है, प्रेस एसोसिएशन, एसोसिएटेड प्रेस, स्पेशल न्यूज एजेंसी, EFE, इंडियन न्यूज एजेंसी PTI, फ्रेंच न्यूज ഏജൻസി ലിബറേഷൻ, യൂണിനെറ്റ്. ഏതായിരുന്നാലും ഇത്ര വിശാലമായ നിലയിൽ അഹമ്മദിയ ജമാഅത്തിന്റെ സന്ദേശം, ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തി. ഈ മാധ്യമങ്ങൾ മുഖേന നാം ഈ കാര്യത്തിനും അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതാണ്. ആഫ്രിക്കയിലും ജൽസ സാലനയുടെ കവറേജ് നടന്നു. ആഫ്രിക്കയിൽ MTA ആഫ്രിക്ക കൂടാതെ 10 ചാനലുകളിൽ ജൽസ സാലാനയുടെ പരിപാടികൾ കാണിച്ചു. വിവിധ രാജ്യങ്ങളിലെ 180 മണിക്കൂറുകളിലധികം കവറേജ് ഉണ്ടായി. ഈ ചാനലുകൾ മുഖേനയും ഏകദേശം 60 മില്യൺ കൂടുതൽ ആളുകളിലേക്ക് ജൽസ സാലനയുടെ പരിപാടികൾ എത്തി. ഈ 10 ചാനലുകളിൽ ആഗോള ബയ്യത്ത് എന്റെ പ്രസംഗങ്ങൾ ലൈവായി പ്രക്ഷേപണം ചെയ്തു. സെറലിയൂൺ നാഷണൽ TV തുടർച്ചയായി 100 മണിക്കൂർ ഉൾപ്പെടുന്ന ജൽസ സാലാനയുടെ 3 ദിവസത്തെ പരിപാടി പ്രക്ഷേപണം ചെയ്തു. ബോക്കാനോ TV ജൽസ സാലാനയുടെ പരിപാടി പൂർണ്ണമായും പ്രക്ഷേപണം ചെയ്തു. അതിനുവേണ്ടി തങ്ങളുടെ രാജ്യത്തിന്റെ പ്രക്ഷേപണം ഇല്ലാതാക്കി. नेशनल टेलीविजन ने जलसे की सालाना तकरीर और दीगर प्रोग्रामों को दिखाया. ഇങ്ങനെ മുഴുവൻ രാജ്യവും 3 ദിവസത്തെ പരിപാടി കേൾക്കുകയും കാണുകയും ചെയ്തു. ഗാംബിയയിൽ ആദ്യമായി നാഷണൽ ടെലിവിഷൻ ജൽസയുടെ പരിപാടി മറ്റു പരിപാടികളും കാണിച്ചു. ജൽസ സാലാനയുടെ ലൈവ് ആയ പ്രക്ഷേപണം കൂടാതെ BBC യുഗാണ്ട ജൽസ സാലാനയെ കുറിച്ച് സവാഹലി ഭാഷയിൽ വാർത്ത പ്രക്ഷേപണം ചെയ്തു. ഇതും ആ പ്രദേശത്ത് ആളുകൾ വളരെയധികം കാണുന്ന ഒന്നാണ്. ഏകദേശം 20 മില്യൺ ആളുകൾ കാണുന്നു. ഗാന നാഷണൽ ടെലിവിഷനും റേഡിയോയും ന്യൂസ് ചാനലും മുഖേന ഏകദേശം 5 മില്യൺ ആളുകളിലേക്ക് വാർത്തയെത്തി. പത്രങ്ങൾ, TV ചാനലുകൾ മുഖേന മുഴുവൻ ആഫ്രിക്ക മീഡിയയിലും ജൽസ സാലാന UK-യുടെ വാർത്ത ഏകദേശം 35 മില്യൺ ആളുകളിലേക്ക് എത്തി. ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ പരിശ്രമം ഇതിൽ വളരെ നിസ്സാരമായിരിക്കും. ഈ അർത്ഥത്തിൽ നിസ്സാരമായ പരിശ്രമം
അതിനായി ഞാൻ നമ്മുടെ പ്രസ് മീഡിയ സെക്ഷനും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റു രാജ്യങ്ങളിലെ പ്രസ് മീഡിയ സെക്ഷനും ജോലി ചെയ്തു. അള്ളാഹു എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ വാർത്തകൾ പിന്നീട് വളരെ വിശാലമായ നിലയിൽ തബ്ലീഗിനുള്ള കാരണമാകുന്നു. ഈ ജമാഅത്തിന്റെ പരിചയം ഉണ്ടാകുന്നു. നാം നമ്മുടെ ഉത്തരവാദിത്വം എപ്പോഴും നിറവേറ്റുന്നവരായി അള്ളാഹു മാറ്റട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി എപ്പോഴും ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നവരായി മാറട്ടെ. തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നവരായി തീരട്ടെ. അതോടൊപ്പം ഒരു കൂടി ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു, അതുകൂടി പറയാം. ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ പോലെ കാനഡയിൽ നിന്ന് ഖുദ്ദാം വന്നിരുന്നു. അവർ വക്കാരാമൽ ചെയ്ത് വൈൻഡപ്പിൽ ഭാഗവാക്കായി. പ്രാവശ്യം അവർ വിമാനം ചാർട്ട് ചെയ്താണ് വന്നത്. 300-ലധികം 350ഓളം പേർ. ഇവർ വളരെ നല്ല ജോലികൾ ചെയ്തു. 4-5 ദിവസമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്നു. ജൽസയുടെ അവസാനം മുതൽ ഇന്നലെ വരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെയധികം ജോലികൾ ചെയ്തു തീർത്തു. ഇതിൽ ഇനി അല്പം ബാക്കിയുള്ളത് ഇന്നു മുതൽ UK-യിലെ ഖുദ്ദാം ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇവർക്ക് എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ. കാനഡയിലെ ഖുദ്ദാം ഞാൻ പ്രതീക്ഷിക്കുന്ന അവർ ജൽസക്ക് മുമ്പ് വന്നിരുന്നു. ജൽസ കേട്ടിരിക്കുമെന്നാണ്. അവർ കേട്ടില്ല എങ്കിൽ വലിയ തെറ്റാണ് ചെയ്തത്. ഇനി ഭാവിയിൽ വരണമെങ്കിൽ ജൽസയുടെ 3 ദിവസം ജൽസ കേൾക്കുക, പിന്നീട് വൈൻഡപ്പിന്റെ പരിപാടിയിൽ ഭാഗവാക്കുക. അള്ളാഹു പ്രവർത്തിച്ച എല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രവർത്തകരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നമുക്കും ഈ ജൽസയിൽ നിന്നും പ്രവർത്തകരിൽ നിന്ന് പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ഇതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഏതാനും ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ഒരു ജനാസ ബഹുമാനപ്പെട്ട സാഹിബ്സാദി സക്കിയ ബേഗം സാഹിബ, അവർ കേണൽ മിർസ ദാവൂദ് അഹമ്മദ് സാഹിബിന്റെ ഭാര്യയായിരുന്നു. അതിർത്ത് നവാബ് അമത്തുൽ ഹഫീസ് ബേഗം സാഹിബയുടെയും നവാബ് അബ്ദുള്ള ഖാൻ സാഹിബിന്റെയും മകൾ ആയിരുന്നു. ജൂലൈ 23 രാത്രി ഇവർ താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 94-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനപ്പെട്ട സാഹിബ്സാദ കേണൽ മിർസ ദാവൂദ് അഹമ്മദ് സാഹിബ് ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഇവർ. ഇദ്ദേഹം മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബിന്റെ മകനായിരുന്നു. അങ്ങനെ ഇവർ ഹദരത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളുടെ മകളും ആയിരുന്നു. അതുപോലെ തന്നെ പേരക്കുട്ടിയുടെ ഭാര്യയും ആയിരുന്നു. കഴിഞ്ഞ 3-4 വർഷമായി വളരെയധികം രോഗിയായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷമായി ഹോസ്പിറ്റലിലായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഇവരുടെ വസിയത്ത് വളരെയധികം പഴയതാണ്. ഇവർക്ക് 5 പെൺകുട്ടികളാണുള്ളത്. അമത്തു ഷാഫി സാഹിബ, മഹ്മൂദ് അഹമ്മദ് ഖാൻ സാഹിബിന്റെ ഭാര്യ. ഇദ്ദേഹം നവാബ് മുബാറക്ക ബേഗം സാഹിബയുടെ പൗത്രൻ ആയിരുന്നു. അതുപോലെ തന്നെ അമത്തുൽ നാസിർ, ഇവരുടെ ഭർത്താവ് സയ്യിദ് ഷാഹിദ് അഹമ്മദ് സാഹിബാണ്. അമത്തുൽ മുസവ്വിർ, ഇവർ ഡോക്ടർ നൂറി സാഹിബിന്റെ ഭാര്യയാണ്. അമത്തുൽ മൊയ്സ് മൻസൂർ റഹ്മാൻ സാഹിബ് അമേരിക്കയുടെ ഭാര്യയാണ്. അമത്തുൽ നസീർ രാജ മലിക് സാഹിബിന്റെ ഭാര്യയാണ്. അള്ളാഹു ഇവരുടെ കുട്ടികൾക്കും നന്മയിലും തഖ്വയിലും വളരാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. തങ്ങളുടെ പൂർവികരുടെ നന്മയെ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സക്കിയ ബേഗം സാഹിബ കറാച്ചിയിൽ സദർ ലജ്ന ആയിക്കൊണ്ട് സേവനം ചെയ്യാനും തൗഫീക്ക് ലഭിച്ചു. ക്വാർട്ടിൽ താമസിക്കുമ്പോഴും ലജ്നയുടെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. നവാബ് മുബാറക്ക ബേഗം സാഹിബ തന്റെ കുട്ടികളെ കുറിച്ച് എഴുതിയതിൽ പ്രത്യേകമായി തന്റെ അബ്ദുള്ള ഖാൻ സാഹിബ് വഫാത്തായപ്പോൾ തന്റെ മാതാവിനെ ഇവർ വളരെയധികം സേവിക്കുകയുണ്ടായി. ഈ കാര്യം പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഡോക്ടർ നൂർ സാഹിബ് പറയുകയുണ്ടായി, അതിസൽക്കാരം ഇവരിൽ വളരെ പ്രത്യേകമായ നിലയിലുണ്ടായിരുന്നു. എല്ലാവരെയും ഒരു വ്യത്യാസവുമില്ലാതെ അതിസൽക്കാരം ചെയ്യുമായിരുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ നൂറി സാഹിബ് പറയുകയാണ്, ഞാൻ വഖഫ് ചെയ്തപ്പോൾ റിട്ടയർമെന്റിന് ശേഷം എന്നോട് പറയുകയുണ്ടായി, എന്റെ ആഗ്രഹമായിരുന്നു മകൻ ഉണ്ടായാൽ വഖഫ് ചെയ്യണമെന്ന്. താങ്കളിലൂടെ എന്റെ ഈ ആഗ്രഹം പൂർത്തിയായി. രണ്ടാമത്തെ ജനാസ, അള്ളാഹു ഇദ്ദേഹത്തിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറുമാറാകട്ടെ.
രണ്ടാമത്തെ ജനാസ മുക്കറം താരിഖ് മസൂദ് സാഹിബ് മുറബി സിൽസയുടേതാണ്. നസാറത്ത് ഇസ്ലാം ഇർഷാദ് മർക്കിസിയയിൽ മുറബിയായിരുന്നു. മൻസൂർ അഹമ്മദ് താഹിർ സാഹിബിന്റെ മകനാണ്. 24 ജൂലൈക്ക് 27ാമത്തെ വയസ്സിൽ റബുയിൽ കറണ്ടിന്റെ ഷോക്കേറ്റ് വഫാത്താവുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് ഇദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ അല്ലാ ബക്ഷ് സാഹിബ് മുഖേനയാണ് വന്നത്. രാജൌരി കശ്മീരിൽ നിന്ന് അദ്ദേഹം 1920 ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കയ്യിൽ ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. താരിഖ് മസൂദ് സാഹിബ് തലീമുൽ ഇസ്ലാം സ്കൂളിൽ 2007 മെട്രിക് പാസ്സായതിനു ശേഷം ജാമ്യയിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കി. 2017 FA പരീക്ഷയും എഴുതി. 2014 ജാമ്യ പാസ്സായി. വളരെ യുവാവായ മുറബിയായിരുന്നു. വളരെ നല്ല സ്വഭാവമുള്ള, മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്ന, നിർമ്മല സ്വഭാവമുള്ള, ദരിദ്രരെ നോക്കുന്ന, വളരെ നിസ്സാരമായ അലവൻസിൽ നിന്നും ഒരുപാട് ദരിദ്രർ പിന്നീട് പറയുകയുണ്ടായി അവരെ സഹായിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ വിവാഹം 2-3 ദിവസത്തിനു ശേഷം നടക്കാൻ പോവുകയായിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ അള്ളാഹുവിലേക്ക് അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. അള്ളാഹു മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറാകട്ടെ. മർഹൂം മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മാതാപിതാക്കളെ കൂടാതെ 3 സഹോദരന്മാരും അഷ്ഫാഖ് സാഹിബ്, മുസഫർ സാഹിബ്, അത്താഉർ റഹീം സാഹിബ്, ഒരു സഹോദരി ഫൗസിയ മഷ്ഹൂദ് സാഹിബയും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നു, ചന്തയിൽ വളരെ മുൻപന്തിയിൽ ഭാഗവാക്കാകുമായിരുന്നു. ഞങ്ങളോടും ഉപദേശിക്കുമായിരുന്നു ചന്തയിൽ ഭാഗവാക്കാവുക. പിതാവ് പറയുകയാണ്, ഖിലാഫത്തുമായി അങ്ങേറ്റത്തെ സ്നേഹം ആയിരുന്നു. വളരെ നല്ല മനുഷ്യനായിരുന്നു. നമസ്കാരം ജമാഅത്തോടുകൂടിയുള്ള ശീലം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. മുറബി ആകുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തെയും നമസ്കാരത്തിനു വേണ്ടി ഉപദേശിക്കുമായിരുന്നു. സുബൈ നമസ്കാരത്തിനു ശേഷം വന്ന് സ്ഥിരമായി വിശുദ്ധ ഖുർആന്റെ തിലാവത്ത് ചെയ്യുമായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബലഹീനതയിൽ ലജ്ജ തോന്നുമായിരുന്നു. വളരെ അനുസരണമുള്ള മകനായിരുന്നു. വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുമായിരുന്നു. വീട്ടുകാരോട്, മാതാപിതാക്കളോട് അഭിപ്രായ വ്യത്യാസം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ തന്നെ അത് വളരെ നല്ല നിലയിൽ മനസ്സിലാക്കി തരുമായിരുന്നു. ഖിലാഫത്തിന് വേണ്ടി അദ്ദേഹത്തിൽ വളരെയധികം ആത്മാഭിമാനം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഖിലാഫത്തിനോ നിസാമെ ജമാഅത്തിന് എതിരെ സ്ഥാനത്തിനോ എതിരിൽ എന്തെങ്കിലും ഒരു സംസാരമുണ്ടായാൽ ഉടനെ തന്നെ അവരെ തടയുമായിരുന്നു. അവര് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല എങ്കിൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ മുക്കറം ഷക്കീൽ അഹമ്മദ് മുനീർ സാഹിബിന്റേതാണ്. അദ്ദേഹം മുൻ മിഷണറി ഇൻചാർജ് ആണ്. ഓസ്ട്രേലിയ കറാച്ചിയിൽ വെച്ച് വഫാത്തായി. ജൂലൈ 21 85ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ മോരി ഭാഷയിൽ തർജ്ജമ ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. മൊങ്കേർ ഇന്ത്യയിൽ ബീഹാർ സംസ്ഥാനത്തിലെ താമസക്കാരനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് ഖലീൽ അഹമ്മദ് സാഹിബ് ബീഹാറിലെ ആദ്യത്തെ അഹമ്മദികളിൽപ്പെട്ട ആളാണ്. ഇദ്ദേഹം 1906 ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബൈഅത്ത് ചെയ്തു. എന്നാൽ കയ്യിൽ ഒന്ന് ബൈഅത്ത് ചെയ്യാൻ സാധിച്ചില്ല. ഇദ്ദേഹത്തിന്റെ പിതാവിനും ഖാദിയാനിൽ നാസിർ താലീം ആയിക്കൊണ്ട് സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. ഷക്കീൽ മുനീർ സാഹിബ് പ്രാഥമിക വിദ്യാഭ്യാസം തലീമുൽ ഇസ്ലാം കോളേജ് ഖാദിയാനിൽ നിന്നും ലാഹോറിൽ നിന്നും കരസ്ഥമാക്കി. പിന്നീട് ഡാക്കയിൽ നിന്ന് MSc ഡിഗ്രി കരസ്ഥമാക്കി. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടു. ദീർഘകാലം ജോലിയായി പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ കഴിച്ചുകൂടി. ഇവിടെ ജോലി ചെയ്തു. നൈജീരിയയിലെ ഫെഡറൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസറായി ജോലി ചെയ്തു. അഹമ്മദിയ മിഷൻ വാരി നൈജീരിയയിൽ അതിന്റെ സംസ്ഥാനങ്ങളുടെ 8 വർഷത്തേക്ക് റീജിയണൽ സദറായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും നുസ്രത് ജഹാൻ അക്കാദമി വാക്ക് തുടക്കം കുറിച്ചു. നുസ്രത് ജഹാൻ സ്കീമിന് കീഴിൽ ഉണ്ടായ ആദ്യത്തെ സ്കൂളായിരുന്നു, കോളേജായിരുന്നു അത്. അദ്ദേഹത്തിന് തബ്ലീഗിൽ വളരെ ആവേശമുണ്ടായിരുന്നു.
2 അന്താരാഷ്ട്ര മത സിംപോസിയം നൈജീരിയയിൽ സംഘടിപ്പിക്കാൻ തൗഫീക്ക് ലഭിച്ചു. ഇസ്ലാമിലും ക്രിസ്തുമതത്തെയും കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇസ്ലാം ഇൻ സ്പെയിൻ, ഷ്രൗഡ് ആൻഡ് അതർ ഡിസ്കവറീസ് അബൌട്ട് ജീസസ്, ദ റിഫോം, തഅലീമുൽ ഇസ്ലാം കോഴ്സ്. നൈജീരിയയിൽ ഒരു മിഷൻ ഹൗസ് ഇദ്ദേഹം തന്റെ സ്വന്തം ചെലവിൽ നിർമ്മിച്ചു. ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നെ സ്വയം തന്നെ വഖഫ് ചെയ്യാൻ വേണ്ടി സമർപ്പിച്ചു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അദ്ദേഹത്തെ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ അമീറും മിഷണറി ഇൻചാർജുമായി നിശ്ചയിച്ചു. അങ്ങനെ അദ്ദേഹം ജൂലൈ 5, 1985 ഓസ്ട്രേലിയയിൽ പോയി. എന്നാൽ ഓസ്ട്രേലിയയിൽ ഇദ്ദേഹത്തിന് വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുസ്ലിം മുബല്ലിഗിന് വിസ ലഭിക്കുമായിരുന്നില്ല. ഏതായിരുന്നാലും അവിടെ ഡോക്ടർ ഇജാസുൽ ഹഖ് സാഹിബിന്റെ പരിശ്രമം കൊണ്ട് വിസ ഇദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ജോലി ആരംഭിച്ചു. മസ്ജിദ് ബൈത്തുൽ ഹുദ ഓസ്ട്രേലിയയിലെ വളരെ മനോഹരമായ ഒരു പള്ളിയാണ്. അതിന്റെ നിർമ്മാണത്തിൽ ഇദ്ദേഹത്തിന് വളരെ വലിയ പങ്കുണ്ട്. 1983 അതിന്റെ തറക്കല്ലിടൽ കർമ്മം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയാണ് നടത്തിയത്. പിന്നീട് അതിന്റെ നിർമ്മാണം വളരെയധികം സാമ്പത്തികമായ അവസ്ഥ നല്ലതല്ലാതിരുന്നിട്ടും വളരെ അധ്വാനത്തോടു കൂടി അദ്ദേഹം ചെയ്യുകയുണ്ടായി. വക്കാറമേലിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സ്വയം വക്കാറമേൽ ചെയ്തു. എന്നല്ല, ജോലിക്കിടയിൽ ഒരിക്കൽ കോണിയിൽ നിന്ന് വീണ് അദ്ദേഹത്തിന്റെ കൈ എല്ല് പൊട്ടുകയും ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹം നിർത്തിയില്ല, തുടർന്നു. വളരെ മനോഹരമായ പള്ളി നിർമ്മിക്കുകയുണ്ടായി. അവിടെ അദ്ദേഹം പോയപ്പോൾ സ്ഥലം ഒന്നും ഉണ്ടായിരുന്ന ഒരു ടിന്നിന്റെ ഷെഡാണ് ഉണ്ടായിരുന്നത്. ആ ഷെഡിൽ ഭാര്യയും ഭർത്താവും ഒരു ഭാഗത്ത് നമസ്കാരം നടക്കുകയും മറുഭാഗത്ത് ടിന്നിന്റെ ഷെഡിൽ അവിടെ താമസിച്ചു, അവിടെ ജീവിച്ചു. 1991 വീണ്ടും അദ്ദേഹത്തെ നൈജീരിയയിൽ നിശ്ചയിച്ചു. അവിടെ സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പളായിക്കൊണ്ടും പ്രിൻസിപ്പൽ ജാമിയ അഹമ്മദിയായി സേവനം ചെയ്തു. 1989 അഹമ്മദിയ ജമാഅത്തിന് 100 വർഷം ആകുമ്പോൾ 89 ജൂബിലിയുടെ വർഷം. ആ സമയത്ത് വിശുദ്ധ ഖുർആൻ തിരഞ്ഞെടുത്ത ആയത്തുകൾ ഖലീഫത്തുൽ മസീഹ് റാബി തർജ്ജമ ചെയ്യാനുള്ള നിർദ്ദേശിച്ചിരുന്നു. ആ സമയത്ത് മോരി ഭാഷയിൽ വിശുദ്ധ ഖുർആൻ തർജ്ജമ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. ആ തർജ്ജമ നല്ലതായിരുന്നില്ല, ചെയ്ത് നൽകിയ തർജ്ജമ നല്ലതായിരുന്നില്ല. അതിന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നൊരു തർജ്ജമ ആരെ കൊണ്ടാണ് തർജ്ജമ ചെയ്യിപ്പിച്ചത്? അയാൾ എഴുതിയിരുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഖലീഫത്തുൽ മസീഹ് റാബിയോട് ഇദ്ദേഹം പറയേണ്ട ഈ തർജ്ജമ ശരിയല്ല. പിന്നീട് അദ്ദേഹം സ്വയം ഭാഷ പഠിക്കുകയും ആ വാർദ്ധക്യത്തിൽ ഭാഷ പഠിക്കുകയും എന്നിട്ട് തർജ്ജമ പൂർത്തിയാക്കുകയും ചെയ്തു. 2013 ഞാൻ അവിടെ പോയപ്പോൾ മോരി വിശുദ്ധ ഖുർആന്റെ തർജ്ജമ മോരി ഭാഷയ്ക്ക് സമർപ്പിക്കുകയുണ്ടായി. ആ പരിപാടിയിൽ പങ്കെടുത്ത വളരെ വിനയമുള്ള മനുഷ്യനായിരുന്നു, നിസ്വാർത്ഥനായ മനുഷ്യനായിരുന്നു. ഒരു വൈജ്ഞാനികമോ ഒരു വലിപ്പത്തരം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ വിശുദ്ധ ഖുർആൻ തർജ്ജമ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ സ്ഥാനം ലഭിക്കണം എന്ന ചിന്ത ഉണ്ടായിരുന്നില്ല. ഭൗതികയും അദ്ദേഹം ഒരുപാട് സമ്പാദിച്ചു. ഒരു അലവൻസും ഇല്ലാതെ മിഷണറി ആയിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അള്ളാഹു ഇദ്ദേഹത്തെ കാരുണ്യം കൊണ്ട് പൊതിയട്ടെ, ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ, ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും അള്ളാഹു നമുക്ക് ഈ വിധത്തിൽ ത്യാഗം ചെയ്യുന്ന മിഷണറിമാരെ നൽകുമാറാകട്ടെ. അവർ എല്ലാവിധത്തിലും നിസ്വാർത്ഥരും വിനയമുള്ളവരും ആകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر